ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ 11ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2023 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മളുടെ എല്ലാ വീഡിയോസും നമ്മളുടെ 10 ചാപ്റ്ററിൻ്റെയും വീഡിയോസ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് SSLC പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എല്ലാം അതിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2023 ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. വെയ്റ്റ്സ് ഓഫ് 11 പ്ലേയേഴ്സ് ഓഫ് ഫുട്ബോൾ ടീം ആർ ഗിവൺ ഇൻ കിലോഗ്രാം. ഒരു ഫുട്ബോൾ ടീമിലെ 11 കളിക്കാരുടെ ഭാരം കിലോഗ്രാമിൽ ചുവടെ കൊടുത്തിരിക്കുന്നു. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ വെയ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സ്. കളിക്കാരുടെ ഭാരത്തിന്റെ മധ്യമം കണക്കാക്കുക. അപ്പം ഇതിന് ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇതിൽ ഏറ്റവും ചെറുത് എത്രയാ? 55, 65, 55. 55 ചെറുത് അല്ലേ? 55ന്റെ താഴത്തേക്ക് ഇല്ലല്ലോ, ഇല്ല. അപ്പൊ 55, പിന്നെ 56, പിന്നെ 55ന്റെ മുമ്പ് ആരുണ്ട്? 54 ഉണ്ട്. അപ്പൊ 55ന്റെ മുമ്പിൽ 54 എഴുതട്ടോ. പിന്നെ 56 കഴിഞ്ഞാൽ 58, പിന്നെയോ 58. ഇനി 50-ലില്ലല്ലോ, ഇല്ല. അപ്പോൾ 60. നമ്മളിങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് ബാക്കി വരുന്നത് അതിൻ്റെ ഇടയിൽ എഴുതാനൊക്കെ വെക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടണത്. 60 കഴിഞ്ഞാൽ 62, പിന്നെ 65 അല്ല 64. 64 കഴിഞ്ഞിട്ട് 65 രണ്ടെണ്ണം ഉണ്ടേ. ഇവിടെ ഒരു 65 ഉണ്ട്, ഇവിടെ ഒരു 65 ഉണ്ട്, പിന്നെ 68 ഉണ്ട്, പിന്നെ 70 ഉണ്ട്. 68, 70 എല്ലാം വെട്ടിയില്ലേ? ഓക്കെ, 54, 55, 56, 58, 60, 62, 64, 65, 65, 68, 70. എത്ര കളിക്കാരാ? 11 കളിക്കാരാണ്. 11 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പൊ 11ക്ക് 1 കൂട്ടുക, അതിൻ്റെ പകുതി 12. 12ന്റെ പകുതി 6ാമത്തെ ആളാണ് ഇവിടെ മീഡിയൻ, മധ്യമ 6ാമത്തെ ആള്. അപ്പൊ 1, 1, 2, 3, 4, 5, 6. ഇപ്പുറത്തേക്ക് 5 അല്ലേ നോക്കിയാ? 2, 4, 5. ഇപ്പുറത്തേക്ക് 5 ഉണ്ടാവും. 2, 4, 5 ഉണ്ടാവും. അപ്പൊ 6ാമത്തെ ആള് ആരാണ്? 6ാമത്തെ ആള് 62. അപ്പൊ ഇവിടുത്തെ മീഡിയൻ, മധ്യമം എത്രയാണ്? 62. ഓക്കെ, ഇനി അടുത്ത് ദ ഡെയിലി വേജ് ഓഫ് 99 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് ഷോൺ ഇൻ ദ ടേബിൾ. ഒരു തൊഴിൽശാലയിലെ 99 ജോലിക്കാരുടെ ദിവസ വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ബേസിസ് ഓഫ് ദെയർ ഡെയിലി വേജസ്, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ മീഡിയൻ വേജ് ഫോൾ? ദിവസ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്കാരെ ക്രമീകരിച്ചാൽ എത്രാമത്തെ ജോലിക്കാരന്റെ വരുമാനമാണ് മധ്യമ വരുമാനമായി എടുക്കുന്നത്? വാട്ട് ഈസ് ദ മീഡിയൻ ക്ലാസ്? മധ്യമ വിഭാഗം ഏത്? ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ വേജ്. മധ്യമ വരുമാനം എന്ത്? അപ്പൊ ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ആവർത്തനാവൃത്തി എങ്ങനെ കാണാം? 8, 8ഉം 10ഉം 18, 18ഉം 3ഉം 21, 21ഉം 20ഉം 41, 41ഉം 20ഉം 60, 61, 61ഉം 5ഉം 66, 66ഉം 10ഉം 76, 76ഉം 9ഉം 85, 85ഉം 10ഉം 95, 95ഉം 4ഉം 99. ഓക്കെ, അപ്പൊ 99 എന്ന് കിട്ടി. ഇനി ഈ 99 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ ആണെങ്കിൽ എങ്ങനെ കാണാ? അതിലേക്ക് 1 കൂട്ടുക. 99ക്ക് 1 കൂട്ടിയാൽ എത്രയാ? 100. അതിന്റെ പകുതി, 100ന്റെ പകുതി എത്രയാ? 50. 50ാമത്തെ ആള് എത്രാമത്തെ ജോലിക്കാരന്റെ വരുമാനമാണ് മധ്യമ വരുമാനമായി എടുക്കുന്നത്? 50ാമത്തെ ആളുടെ വരുമാനമാണ് മധ്യമമായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മീഡിയൻ ക്ലാസ് എന്നാണ്. മധ്യമ വിഭാഗം 50 വരുന്നത് എവിടെയാ? ഫസ്റ്റത്തേൽ 8 വരെ, 9 തൊട്ട് 21 വരെ, 22 തൊട്ട് 41 വരെ, 42 തൊട്ട് 66 വരെ വരുന്നത് ഈ ക്ലാസ്സിലാണ്. ഇവിടെയാണ് നമ്മളുടെ മധ്യമം കിടക്കുന്നത്. അപ്പൊ മധ്യമ വിഭാഗം, മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് എത്രയാ? 800 to 900.
എത്രയാ 800/900. ഇതിനെയാണ് നമ്മൾ മധ്യമ വിഭാഗം അഥവാ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഫൈൻഡ് ദ മീഡിയൻ കാണാനാണ്, മധ്യമം കാണാനാണ്. ഓക്കെ, അതിനാദ്യം നമ്മൾ ഡി കാണണം. ഡി കാണാനും മക്കളെ ഇവിടുത്തെ വ്യത്യാസം എത്രയാ? 800/900 അത് 100 എത്ര ആളുകളാ? 25 ആളുകളാണ്. അപ്പൊ ഈ 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് നമ്മളുടെ പൊതുവ്യത്യാസം. 100ൽ എത്ര 25 ഉണ്ട്? 4. ഇനി ആരെ കാണണം? 42ാമത്തെ ആളെ കാണണം ആദ്യം. 41 ഇവിടെ. അപ്പൊ 42ാമത്തെ ആള്. 42ാമത്തെ ആളെ എങ്ങനെ കാണുക? ദാ ഇതിലെ ഫസ്റ്റത്തെ നമ്പറായ 800ലോട്ട് പൊതുവ്യത്യാസത്തിന്റെ പകുതി, 4ന്റെ പകുതി എത്രയാ? 2. അപ്പോ 802 എന്ന് കിട്ടും 42ാമത്തെ ആള്. ഓക്കെ, പൊതുവ്യത്യാസത്തിന്റെ പകുതി സങ്കല്പ പ്രകാരമാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ പൊതുവ്യത്യാസത്തിന്റെ പകുതി കൊടുക്കണം. അപ്പോ 800ക്ക് പൊതുവ്യത്യാസമായ 4ന്റെ പകുതി കൊടുക്കുമ്പോൾ 802. ഇനി നമ്മൾ മധ്യമം കാണണം. മധ്യമം എത്രാമത്തെ ആളാ? 50ാമത്തെ ആള്. 42ാമത്തെ ആളുടെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 50ാമത്തെ ആളെ കിട്ടുക? 42 കഴിഞ്ഞിട്ട് 50ലോട്ട് എത്ര ഉണ്ട്? 8. അപ്പൊ 42ാമത്തെ ആളുടെ കൂടെ 8 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 50ാമത്തെ ആളെ കിട്ടും. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ്. 42ാമത്തെ ആൾ എത്രയാണ്? 802 ആണ്. അപ്പൊ 802 പ്ലസ് 8 ഇൻറ്റു 4. മക്കളെ 802ലോട്ട് 8 കൂട്ടിയിട്ട് 810 എഴുതിയിട്ട് അതിനെ 4 കൊണ്ട് ഗുണിക്കരുത്, അത് തെറ്റാണ്. ആദ്യം ഗുണിക്കണം. 4 ഇൻറ്റു 8 32. ഓക്കെ, അപ്പൊ 802ലോട്ട് 32 കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടും? 802ലോട്ട് 32 കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? 834 കിട്ടും. അപ്പൊ ഇവിടുത്തെ മധ്യമം എന്ന് പറയുന്നത് എത്രയാ? 50ാമത്തെ ആളുടെ വരുമാനമാണ് നമ്മളുടെ മധ്യമായിട്ട് നമ്മൾ എടുത്തത്. എത്ര ഇതിലെ 50ാമത്തെ ആളുടെ വരുമാനമായിട്ട് വരുന്നത്? 834. അപ്പൊ നമ്മളുടെ മധ്യം എത്രയാ? 834. ഓക്കെ അല്ലേ? അപ്പൊ ഈ ടേബിൾ എല്ലാ വർഷത്തിലും ചോദിക്കുന്നതാണ് ടേബിൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ ടേബിൾ പഠിക്കാതെ എക്സാമിന് പോവരുത്. ഓക്കെ, ടേബിൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എഴുതുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you soon. Bye bye.